നമസ്കാരം. വാസവൻ എന്തിനാണ് തുറമുഖ വകുപ്പ് കൊടുത്തത്? ഇതിനെക്കുറിച്ച് പലതരത്തിലുള്ള ചർച്ചകൾ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. കടന്നപ്പള്ളി രാമചന്ദ്രന് കിട്ടേണ്ടതായ ആ വകുപ്പ് യാതൊരു ദയാദാക്ഷിണ്യവും കൂടാതെ ആ വകുപ്പെടുത്ത് നേരെ വാസവന് കൊടുത്തു പിണറായി വിജയൻ. അതുവരെ അഹമ്മദ് ദേവർകോവിലായിരുന്നു ആ വകുപ്പ് കൈകാര്യം ചെയ്തിരുന്നത്. 2.5 കൊല്ലം ഭരിച്ചതിനു ശേഷം മന്ത്രിസ്ഥാനം മാറിക്കൊടുത്തപ്പോൾ ഈ വകുപ്പ് മാത്രം CPM തട്ടിയെടുത്തത് എന്തിനാണ്? ഇതിന് പിന്നിലെ നിഗൂഢമായ രഹസ്യങ്ങൾ കടന്നു ചെല്ലുമ്പോൾ നമ്മൾക്ക് മനസ്സിലാവേണ്ട ഒരു കാര്യം പിണറായി വിജയൻ എന്ന തന്ത്രശാലിയായ കുറുക്കൻ്റെ കഥയാണ്. അതായത് ഏത് വിധത്തിൽ മോദിയെ പ്രകീർത്തിച്ച് തൻ്റെ കൈപ്പിടിയിലൊതുക്കാം, അങ്ങനെ തനിക്കെതിരെയുള്ള കേസുകളെല്ലാം അട്ടിമറിക്കാം. അതിന് ഏറ്റവും യുക്തനായ കൂടെ നിൽക്കുന്ന മന്ത്രി ആരാണ്? അദാനിക്ക് ആവശ്യത്തിലധികം സൗജന്യങ്ങളും എല്ലാ സൗകര്യങ്ങളും ഒരുക്കി കൊടുത്ത് അദ്ദേഹത്തിൽ നിന്ന് കിട്ടാവുന്നത്ര അടിച്ചെടുത്ത് അതോടൊപ്പം തന്നെ പ്രധാനമന്ത്രിയുടെ വലങ്കൈയായ ഗൗതം അദാനിയെ കയ്യിലെടുത്ത് പിണറായി വിജയനെതിരെയുള്ള എല്ലാ കേസുകളും മരവിപ്പിച്ച് അദ്ദേഹത്തിന് ഈ വരുന്ന ഭരണം കഴിയുന്നവരെ യാതൊരു ബുദ്ധിമുട്ടും കൂടാതെ ഇവിടെ നിന്ന് മടങ്ങിപ്പോകുക എന്ന് പറഞ്ഞാൽ 2.5 വർഷം കൂടി അദ്ദേഹം പൂർത്തീകരിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം നേരെ ചെയ്യാൻ പോകുന്നത് ഇവിടെ പാർട്ടിയോ കേരളമോ സുരക്ഷിതമല്ല, നേരെ അങ്ങോട്ട് വെച്ച് പിടിക്കും UAE. പിന്നെ പിണറായി വിജയൻ ഇങ്ങോട്ട് വരില്ല. അത്രമാത്രം അഴിമതികളാണ് പിണറായി വിജയൻ നടത്തിയിട്ടുള്ളത്. അപ്പോൾ ഇതിലൊക്കെ തന്നെ കുടുങ്ങാതിരിക്കാൻ വേണ്ടി പല തന്ത്രങ്ങളാണ് പ്രയോഗിക്കുന്നത്. അതിൽ ആദ്യത്തെ തന്ത്രം എന്ന് പറയുന്നത് V മുരളീധരൻ, K സുരേന്ദ്രൻ, യൂസഫ് അലി അതുവഴിയുള്ള ഒരു കൂട്ടുകെട്ട്. രണ്ടാമത്തെ വഴി എന്ന് പറയുന്നത് ഗഡ്കരി വഴിയുള്ള കൂട്ടുകെട്ട്. മൂന്നാമത്തെ വഴിയാണ് ഇപ്പോൾ അദാനിയെ തന്നെ നേരിട്ട് ചാക്കിട്ട് പിടിക്കാൻ വേണ്ടിയിട്ടാണ് വാസവനെ ഇറക്കിയിരിക്കുന്നത്. വാസവൻ എന്ന് പറയുന്ന ആരാ? ഭൂലോക തട്ടിപ്പുകാരാണ്. എളംകുളം ബാങ്ക് തട്ടിപ്പ് നടത്തി അങ്ങനെ എല്ലാ തട്ടിപ്പുകൾക്കും നേതൃത്വം കൊടുക്കാൻ പറ്റുന്ന ആളാണെന്ന് തെളിഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് സഹകരണ വകുപ്പ് തന്നെ കിട്ടിയത്. അദ്ദേഹത്തിൻ്റെ കീഴിലാണ് കരുവന്നൂർ ബാങ്ക് അടക്കമുള്ള ബാങ്കുകൾ. ഈ ബാങ്കുകളിലെല്ലാം പാവപ്പെട്ട ആളുകൾ ഡിപ്പോസിറ്റ് ചെയ്ത പണമെല്ലാം തട്ടിയെടുത്ത് പിണറായി വിജയനും അതേപോലെ കാളിക്കൂള സംഘങ്ങളും ഓഹരി വെക്കുകയായിരുന്നു എന്ന് നമുക്കെല്ലാവർക്കും അറിയാവുന്നൊരു കാര്യമാണ്. അതിൻ്റെ പേരിൽ കരുവന്നൂരിൽ കേസ് വന്നു. കരുവന്നൂർ കേസിൽ എന്താണ് AC മൊയ്തീനെ അറസ്റ്റ് ചെയ്യാതിരുന്നത്? എന്തുകൊണ്ടാണ് MK കണ്ണനെ അറസ്റ്റ് ചെയ്യാതിരുന്നത്? അരവിന്ദാക്ഷൻ കൃത്യമായി AC മൊയ്തീൻ്റെയും അതേപോലെ കൃത്യമായിട്ട് ഇവരുടെയും പേരെല്ലാം വിളിച്ചു പറഞ്ഞല്ലേ? പിണറായി വിജയന് വരെ എത്തുന്ന അത്തരം ചങ്ങലകളുടെ പേരുകളെല്ലാം കൃത്യമായി ഓരോ ഘട്ടങ്ങളിലും എല്ലാവരും പറഞ്ഞിട്ടും എന്തുകൊണ്ടാണ് നടപടി എടുക്കാത്തത്? ഇതൊക്കെ തന്നെ മുകളിൽ നിന്നുള്ള സമ്മർദ്ദമാണ്. അതിലുപരിയായിട്ട് പിണറായി വിജയനെതിരെ ഇപ്പോൾ ഏറ്റവും വലിയ രൂക്ഷമായി നിൽക്കുന്നത് എന്താണ്? മാസപ്പടി വിവാദമാണ്. അതിൽ അല്ല എന്ന് പറയാൻ പിണറായി വിജയന് കഴിയില്ല. PV എന്നാൽ പിണറായി വിജയനാണെന്ന് കൃത്യമായി അതിൻ്റെ ഉടമ തന്നെ രാമൻ കർത്ത തന്നെ കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞു. ശശിധരൻ കർത്ത തന്നെ പറഞ്ഞു കഴിഞ്ഞു. അങ്ങനെ പറഞ്ഞ് ആ റെക്കോർഡായിട്ട് കോടതിയിൽ വിധി വഴി വരികയും ചെയ്തു. ഇതിൽ പിണറായി വിജയൻ മാത്രമല്ല മകളും പൈസ വാങ്ങിയിട്ടുണ്ട്. ഏകദേശം 5.25 കോടി രൂപയാണ് മകൾ വാങ്ങിയിട്ടുള്ളത് 7 വർഷം കൊണ്ട്. മകനോ പിണറായി വിജയനോ 175 കോടിയിൽ മേധയാണ് വാങ്ങിയിട്ടുള്ളത്. ഇതൊക്കെ ആ കമ്പനിക്ക് ആവശ്യമായ മെറ്റീരിയൽ കിട്ടാൻ വേണ്ടിയിട്ടായിരിക്കാം. അവർക്കെല്ലാം നിലനിൽപ്പില്ല കേരളത്തിൽ. അങ്ങനെയുള്ള അഴിമതി മാത്രമല്ല, മറ്റു നമ്മൾ ചിന്തിക്കാത്തത്ര പല അഴിമതികളിലൂടെയാണ് പിണറായി വിജയൻ കാശുണ്ടാക്കിയിട്ടുള്ളത്. ഒരു സ്ഥലത്തുനിന്ന് മാത്രമല്ല മറ്റൊരു സ്ഥലത്തുനിന്ന് സ്വർണ്ണക്കള്ളക്കടത്തും ഡോളർ ലൈഫ് മിഷൻ തട്ടിപ്പും എവിടെ നിന്നൊക്കെയാണോ അവിടെ നിന്നും എല്ലാം തട്ടിപ്പ് നടത്തിയിട്ടുണ്ട്. ശരിക്കും കേന്ദ്ര ഗവൺമെൻറ് കയ്യിൽ കൃത്യമായി ഇതിൻ്റെ കണക്കുണ്ടെന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ഇത്തവണ നമ്മുടെ പ്രധാനമന്ത്രി തൃശ്ശൂരിൽ വന്നപ്പോൾ പറഞ്ഞത് സ്വർണ്ണക്കള്ളക്കടത്തുകാരൻ എന്ന് പറഞ്ഞ് അതിൻ്റെ എല്ലാ കാര്യങ്ങളും എൻ്റെ കൈവശമുണ്ട് എന്ന് അദ്ദേഹം പറഞ്ഞത്. ഈ വിധത്തിൽ പിണറായി വിജയനെ ബ്ലാക്ക്മെയിൽ ചെയ്ത് കേരളത്തിൽ 6 സീറ്റുകൾ CPM വിജയിപ്പിച്ചു കൊടുക്കണം BJPക്ക് എന്നുള്ളതാണ് ഇപ്പോൾ ഉള്ള ഒരു കണ്ടീഷൻ. തൃശ്ശൂരടക്കം തിരുവനന്തപുരവും ആറ്റിങ്ങലും പത്തനംതിട്ടയും പാലക്കാടും അടക്കമുള്ള 6 സീറ്റുകളാണ് പിണറായി വിജയൻ ജയിപ്പിച്ചു കൊടുക്കേണ്ടത്. എന്തിനാണ്? പിണറായി വിജയനെതിരെയുള്ള കേസുകളെല്ലാം മിണ്ടാതിരിക്കണം. നമുക്കറിയാം ലാവ്ലിൻ കേസ് 6 കൊല്ലമായിട്ട് സുപ്രീം കോടതിയിലാണ്. 38 തവണ ബെഞ്ച് വഴിയും 22 തവണ
രജിസ്ട്രി വഴിയും മാറ്റിവെച്ചിട്ടുള്ള ഒരു അപൂർവമായ ഒരു കേസാണ്. ഇത്തരം അഴിമതി കേസുകൾ നിമിഷ നേരം കൊണ്ടെടുത്ത് അപ്പോൾ തന്നെ അറസ്റ്റ് ചെയ്ത് ബാക്കി കാര്യങ്ങൾ നടത്തണമെന്നാണ് സുപ്രീം കോടതി വിധികളുള്ളത്. എന്നാൽ രാജ്യത്തെ പൊതുജനങ്ങളുടെ പണം തട്ടിയെടുത്ത ശേഷം യാതൊരു കുഴപ്പമില്ലാതെ നടക്കുകയാണ് പിണറായി വിജയൻ. അതിന് കാരണം തനിക്ക് കിട്ടുന്നതിൻ്റെ ഒരു ഓഹരി ഓരോരുത്തർ കൊടുക്കുന്നതുകൊണ്ടാണ്. ഇപ്പോൾ അതിലും ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഗൗതം അദാനിയെ പിടിക്കാൻ വിഴിഞ്ഞം പോർട്ട് പോലെ ഉമ്മൻചാണ്ടി കൊണ്ടുവന്ന് ചരിത്രപ്രധാനമായ വിഴിഞ്ഞം പോർട്ട് പോലെ മറ്റൊരു പദ്ധതിയും ഇല്ല എന്ന് അദ്ദേഹത്തിന് അറിയാം. ലോകം മുഴുവൻ ശ്രദ്ധിക്കുന്ന വിഴിഞ്ഞം പോർട്ട് പദ്ധതി വന്നാൽ അത് വലിയ നേട്ടമായി തീരും. അതിന് അദാനിക്ക് എല്ലാ തരത്തിലുള്ള വിട്ടുവീഴ്ചകളും ചെയ്തു കൊടുക്കുക എന്നുള്ള ഒരു തന്ത്രം ഉപയോഗിക്കുന്നതിന് വേണ്ടിയും അത് മറ്റാരും അറിയാൻ പാടില്ല എന്നുള്ളതിന് വേണ്ടിയും അതിൻ്റെ ലാഭം കൊയ്യുന്നതിന് വേണ്ടിയാണ് പിണറായി വിജയൻ തന്നെ നേരിട്ട് ഈ വാസവന് അതിൻ്റെ ഉത്തരവാദിത്തം കൊടുത്തിരിക്കുന്നത്. വാസവന് ഉത്തരവാദിത്തം കൊടുത്താൽ ചെവി അറിയാതെ അതിൻ്റെ ലാഭങ്ങളെല്ലാം കൃത്യമായിട്ട് പിണറായി വിജയന് പോക്കറ്റിലെത്തും. റബ്കോ എന്ന് പറയുന്ന സ്ഥാപനത്തിൽ കയറി കൂടി ഈ വാസവൻ നടത്തിയിട്ടുള്ള തട്ടിപ്പുകളെക്കുറിച്ച് നമ്മൾ കേട്ടാൽ ഞെട്ടിപ്പോകും. നേരത്തെ ഇളംകുളം ബാങ്ക് നശിപ്പിച്ച് കൈ കൊടുത്തിട്ടുള്ളത് ആരാണെന്നുള്ളത് ക്രൈം പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. എനിക്ക് തന്നെ അദ്ദേഹം 1 കോടി രൂപ നോട്ടീസ് അയച്ചിട്ടുണ്ട് 2006. ഇന്ന് വരെ അദ്ദേഹം കേസ് ഫയൽ ചെയ്തില്ല. അതായത് 17 വർഷം കഴിഞ്ഞിട്ടും അദ്ദേഹത്തിന് കേസ് ഫയൽ ചെയ്യാൻ സമയം കിട്ടിയില്ല. അതിൻ്റെ അർത്ഥം അദ്ദേഹം മഹാകള്ളനാണ് എന്നുള്ളതാണ്. അപ്പം ഈ കള്ളന്മാരിൽ ശ്രേഷ്ഠന്മാരായ കള്ളന്മാരുണ്ട്. പിണറായി വിജയന് ശ്രേഷ്ഠന്മാരായ കൂടെ നിൽക്കുന്ന കള്ളന്മാരെയാണ് ആവശ്യം. അതിലേറ്റവും ബെസ്റ്റാണ് വാസവൻ. അതുകൊണ്ടാണ് തുറമുഖ വകുപ്പ് കടന്നപ്പള്ളിക്ക് കൊടുക്കുന്നതിന് പകരം നേരെ പിണറായി വിജയൻ തന്നെ നേരിട്ടേറ്റെടുത്തത് പിണറായി വിജയനല്ല, വാസവനാണ്. വാസവൻ ഏറ്റെടുത്താൽ പിണറായി വിജയന് തുല്യമാണ്. അവിടെ പിന്നെ എന്തെല്ലാം നടന്നാലും അവർ തമ്മിൽ അത്രയും അടുപ്പമാണ്. പിണറായി വിജയൻ്റെ പല നിർണായക ഘട്ടങ്ങളിലും പോലീസ് സംവിധാനങ്ങളെല്ലാം ഉപയോഗിച്ചുകൊണ്ട് വാസവൻ്റെ മരുമകൻ, സഹോദരിയുടെ മകൻ, പോലീസ് ഉദ്യോഗസ്ഥൻ, ഒരു SP ആയ ഉദ്യോഗസ്ഥനാണ് ഈ സൈബർ സെൽ വഴി എല്ലാ കാര്യങ്ങളും പിണറായി വിജയന് പലരുടെ വിവരങ്ങളും രഹസ്യങ്ങളും ചോർത്തി കൊടുക്കുന്നത്. അത് നേരത്തെ തന്നെ ക്രൈം പ്രസിദ്ധീകരിച്ചുള്ള കാര്യമാണ്. അപ്പോൾ വാസവൻ ഇതിനെല്ലാം പറ്റിയ ഒരാളാണ്. ഇനിയുള്ള കാലത്ത് നരേന്ദ്രമോദിയെ തന്നെ നേരിട്ട് പിടിക്കാൻ അദാനിയെ പിടിക്കാൻ കൃത്യമായ അദ്ദേഹത്തിന് എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കാൻ പറ്റുന്ന ആൾ വാസവനാണ്. അതുകൊണ്ടുണ്ടാകുന്ന ലോകം മുഴുവൻ നിൽക്കുന്ന പല കച്ചവട രഹസ്യങ്ങളിലേക്കും ഇറങ്ങാം എന്നുള്ള വ്യക്തമായ പ്ലാനിങ്ങോട് കൂടിയിട്ടാണ് വാസവന് തുറമുഖ വകുപ്പ് കൂടി ഇപ്പോൾ കൈമാറ്റം ചെയ്യപ്പെട്ടിരിക്കുന്നത്. അല്ലാതെ വേറൊരു മണ്ണാങ്കട്ടിയുമല്ല. കടന്നപ്പള്ളി രാമേന്ദ്രൻ നമുക്കറിയാം, പരിശുദ്ധന്മാരിൽ പരിശുദ്ധനായ, രാഷ്ട്രീയത്തിൽ സത്യസന്ധതയുള്ള, ഒരു അഴിമതി നടത്താത്ത നിഷ്കളങ്കനായ ഒരു നേതാവാണ് എന്ന് നമുക്കറിയാം. ഞാൻ അദ്ദേഹത്തെ കഴിഞ്ഞ പുതുപ്പള്ളി ഇലക്ഷൻ സമയത്ത് ഒരു ഹോട്ടലിൽ വെച്ച് ഞാൻ കണ്ടിരുന്നു. ഒരു സാധാരണക്കാരനായി അദ്ദേഹം അവിടെയുള്ള അണികളോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് എന്നോട് കുറേ നേരം സംസാരിച്ചിരുന്നു. അങ്ങനെ അദ്ദേഹത്തെക്കുറിച്ച് എനിക്ക് വ്യക്തമായൊരു കാഴ്ചപ്പാടും അദ്ദേഹം മുമ്പ് ഞാൻ 1981 കാലത്തിൽ കേരള ദേശത്തിന് വേണ്ടി ഒരു ഇൻ്റർവ്യൂ ചെയ്ത സമയത്ത് ഉണ്ടായുള്ള നിഷ്കളങ്കമായ പുഞ്ചിരി തന്നെയാണ് ഇപ്പോഴും അദ്ദേഹത്തിനുള്ളത്. ഇപ്പോഴും അദ്ദേഹത്തിൻ്റെ കൈവശത്ത് നിന്ന് പ്രധാനപ്പെട്ട വകുപ്പുകൾ എടുത്തപ്പോഴും ആ പുഞ്ചിരി മായാതെ തന്നെ അദ്ദേഹത്തിൻ്റെ മുഖത്ത് നിൽക്കുന്നുണ്ട്. കാരണം അദ്ദേഹത്തിന് ഏത് വകുപ്പ് കിട്ടിയാലും അത് മതി എന്ന് ചിന്തിക്കുന്ന, അഹങ്കാരമില്ലാത്ത, ധാർഷ്ട്യമില്ലാത്തൊരു നേതാവാണ്. നന്ദി, നമസ്കാരം.